ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കായികമേളയ്ക്ക് ആവേശകരമായ സമാപനം. ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 3000-ഓളം വിദ്യാർത്ഥികളാണ് മെഗാ കായികമേളയിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളിൽ കായിക മനോഭാവം വളർത്തുക, കായിക മേഖലയിൽ പങ്കാളിത്തം ഉറപ്പാക്കുക, ആരോഗ്യകരമായ മത്സരം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിച്ചത്. സീബ് ഇന്ത്യൻ സ്കൂൾ വാദി കബീർ, ബോഷർ സ്കൂൾ, മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ എന്നിവിടങ്ങളാണ് വ്യത്യസ്തമാർന്ന പരിപാടിക്ക് വേദിയായത്. ഇന്ത്യൻ സ്കൂൾ മസ്കറ്റാണ് മേളയിലെ ചാമ്പ്യന്മാർ. ബൗഷർ ഇന്ത്യൻ സ്കൂൾ റണ്ണേഴ്സ് അപ്പ് സ്വന്തമാക്കി. സമാപന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസ്, ഇന്ത്യൻ സ്കൂൾ ഒമാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ, സോഹാർ ഇന്റർനാഷണൽ CEO അബ്ദുൽ വാഹിദ് അൽ മുർഷദി, ഒമാൻ എയർ റീജിയണൽ മാനേജർ യാസർ മഹദി എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂളുകളെ ഒരുമിപ്പിക്കുന്ന മഹത്തായ സംരംഭമാണിതെന്ന് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ GV ശ്രീനിവാസ് പറഞ്ഞു. 22 schools all across the country came together. 3,000 athletes participated. 701 prizes. Just as there, 900 also already have been gone in India, participating in the clusters of sports in India. All in all, Khelo India, Healthy India. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സജീവവും പ്രചോദനകരവുമായ വേദിയൊരുക്കിയത് നിർണായകമായ ചുവടുവയ്പ്പാണെന്ന് ബൗഷർ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ P. പ്രഭാകരൻ അഭിപ്രായപ്പെട്ടു. We are happy and we like to congratulate all our students of all the age category 109, 111, 113, 115 and really they deserve for this award. പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സ്കൂളുകൾക്കും സംഘാടകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഇന്ത്യൻ സ്കൂൾ ഒമാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും ഇന്ത്യൻ അംബാസഡർ നന്ദി അറിയിച്ചു. റിപ്പോർട്ടർ, ഒമാൻ.